നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയത് പിള്ളേരുടെ ഉഷാർ ഡാൻസിലായിരുന്നു. അതെ, അതുകൊണ്ട് നമ്മളെല്ലാവരുടെ വാശിയായിരുന്നു പിള്ളേർ ഇന്ന് ചിരിച്ചു മറിഞ്ഞ് കഴിഞ്ഞിട്ട് വിടുള്ളൂ എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ സ്കിറ്റിൽ അവർ ചിരിച്ചു തളർന്നു. ഇനി രണ്ടാമത്തെ സ്കിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ ഈ അഖിലേട്ടനില്ലേ, ഇവിടത്തെ ഒരൊറ്റ ആണ്ടരി, ഈ ഒരൊറ്റ ആണ്ടരിയുടെ മാമനും ടീമുമാണ്. ഈ ഇരിക്കുന്ന ആളുടെ അപ്പുറമാണ് ആ വരാൻ പോകുന്ന ടീം. മാത്രല്ല ഇത് ബാറ്ററി ടാസ്ക് ആണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ചിരിച്ചാൽ മാത്രമേ വന്ന് കഷ്ടപ്പെട്ട് സ്കിറ്റ് ചെയ്യുന്നവർക്ക് കാശ് കിട്ടുള്ളൂ. സോ നമുക്ക് അടിപൊളിയായിട്ട് ചിരിക്കാൻ റെഡിയല്ലേ? ശ്വേത ചേച്ചി, ബാറ്ററി ഓൺ ചെയ്യാവോ? യെസ്, ബാറ്ററി ഓൺ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം രഞ്ജിത്ത്, രഞ്ജീഷ് ആൻഡ് നിമിഷ. ഹലോ, PR ഏജന്റ് മനു വിജയ് സ്പീക്കിംഗ്. ഹലോ മനു ചേട്ടാ, ആരാണ്? ഇത് ഞാനാ, മിനിമോൾ. ഓ മിനിമോളെ, ബെഡാ മുതലാളി മത്സരത്തിൽ വിജയിച്ച് കപ്പടിച്ചതിന് ശേഷം ഈ വഴിയൊന്നും കാണാനില്ലല്ലോ. അയ്യോ, തിരക്കിലായി പോയി ചേട്ടാ. തിരക്ക് എങ്ങനെ തിരക്ക് വരാതിരിക്കും? നീ അതിനകത്ത് കിടന്നപ്പോഴേ ഇതിനകത്ത് കിടന്ന് PR വർക്ക് ചെയ്ത് നിന്നെ കപ്പടിപ്പിച്ചത് ഈ മനു വിജയാണ്. അതെനിക്കറിയാലോ. ആ പിന്നെ ആ ഞാൻ ചേട്ടനെ കാണാൻ വന്നോണ്ടിരിക്കാൻ അവിടെ ഉണ്ടാവില്ലേ? പിന്നെ ഇവിടെ കാണും. പിന്നെ വരുമ്പോഴേ ഓ, ആ 16 ലക്ഷം ഒരു കണക്ക് പറഞ്ഞിട്ടില്ലേ, അതിൽ നിന്ന് ഒരു 2-3 ലക്ഷവും കൂടെ കൊണ്ടുവരാൻ പറ്റും ഇല്ലേ? ഹലോ ഹലോ, ഇതാണ് കുഴപ്പം. പൈസയുടെ കാര്യം പറഞ്ഞാൽ അപ്പൊ അങ്ങ് കട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങൾക്ക് എല്ലാവർക്കും PR വേണം. അത് കഴിഞ്ഞാൽ നമ്മൾ വെറും പെരിയാർ. എന്തൊരു കഷ്ടം നോക്കണേ. വാളുണ്ടോ? വാള് വയ്ക്കാനേ ഇത് പുത്തൂരം തറവാടല്ല. അല്ല സോറി, ആളുണ്ടോ? ആളുണ്ട്. സാറേ, മണി 10:42. പണിക്ക് പോകാൻ സമയമായി. അയ്യോ, അതല്ല. എന്റെ പേര് മണി. പണി മണല് പണി. പേര് മണി, പണി മണല് പണി. 3 പ്രാവശ്യം ഒന്നും കൂടെ പറയൂ. പേര് മണി, പണി മണല് പണി. പേര് മണി, പണി മണല് പണി. പേര് മണി, പണി മണല് പണി. കൺഗ്രാറ്റുലേഷൻ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. ഇവിടെ ഗെയിം ഷോ അടക്കല്ല. എടാ, ഇത് PR വർക്ക് ചെയ്യുന്ന മനു വിജയുടെ ഓഫീസാണ്. അല്ല, എനിക്കറിയാം. ഞാൻ വിചാരിച്ചു ഇവിടെ കേറാൻ വേണ്ടിട്ട് ടൺ സ്ലിപ്പർ ഉണ്ടെന്ന്. ടൺ സ്ലിപ്പർ? ടൺ സ്ലിപ്പർ അതും തെറ്റിച്ച് എന്നെ കൂടെ തെറ്റിപ്പിക്കാൻ. അത് വന്ന കാര്യം പറ സാറേ. എന്നെ എങ്ങനെയെങ്കിലും മറ്റേ ബെഡാ മുതലാളി പരിപാടി ഇല്ലേ, അതിനകത്തൊന്ന് കയറ്റി തരണം സാറേ. അങ്ങനെ ചുമ്മാ എന്നാ പരിപാടി കേറാൻ പറ്റൂല സുഹൃത്തെ. സാറേ, എങ്ങനെയൊക്കെ കയറ്റണം സാർ? നാട്ടുകാർ പറഞ്ഞല്ല ഇവിടെ PR മനുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ബെഡാ മുതലാളി പരിപാടി കയറ്റി വിടും സാർ. ഒരുപാട് കയറ്റി വിട്ടെന്ന് പറഞ്ഞ്. ശരി തന്നെ, ഞാൻ ഒരുപാട് പേരെ കയറ്റി വിട്ടിട്ടുണ്ട്. എന്തിനു സാറേ PR എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? PR എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നീ പറഞ്ഞ ഈ ബെഡാ മുതലാളി പരിപാടി ഉണ്ടല്ലോ, അതിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അവിടെ കിടന്ന് ഈ യുദാസിന്റെ പരിപാടിയാണ് അവർ ചെയ്യണത്. പക്ഷെ ഞാൻ അവരെ വെളിയിൽ വിശുദ്ധരാക്കി കാണിച്ചു. മനസ്സിലായ? അതാണ് നമ്മളെ PR. അടിപൊളി. മനസ്സിലായി? ഞാന് ഒരുപാട് പിന്നെ ബെഡാ മുതലാളി തുടങ്ങണ സമയത്ത് നമ്മളൊരു സിനിമാ താരം ഉണ്ടായിരുന്നു, ചേച്ചി. ഏതാ ചേച്ചി? ചേച്ചി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ മനു, ഞാൻ എന്നെ ആ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകുന്നു, നീ തന്നെ എന്റെ PR ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല, വിടൂല. എന്റെ പുറകെ തുറന്ന് മനു വേണം. ഞാൻ അങ്ങ് ഏറ്റിട്ട് ഞാൻ ചേച്ചി ധൈര്യമായിട്ട് കയറിക്കോ, ഞാൻ PR ചെയ്തോളാം. അങ്ങനെ ഞാൻ ചേച്ചിയെ അങ്ങനെ വീട്ടിലോട്ട് കയറ്റി വിട്ടു. തിരിച്ചെന്റെ ഓഫീസിൽ ഒന്ന് ലാപ്ടോപ്പ് തുറന്നതും ദാ നിൽക്കുന്നു ബാക്കിൽ. ഏതാ ചേച്ചി? അവിടെ ഇല്ലെന്ന് പൊളിച്ചോണ്ടി പോകുന്നത്. വേറൊരാളുണ്ടായിരുന്നു, നെടുമങ്ങാടുള്ള ഒരു ചെറുക്കൻ, അഖിലി. അവനെ കയറ്റി വിട്ടു. 75 ദിവസം അതിനകത്ത് പെനപ്പോട് അവനെ ഞാൻ ഈ വെളിയിൽ വെളുപ്പിച്ചെടുക്കാൻ പെട്ട പാട്. വെളുപ്പിച്ച് ഇപ്പൊ അവൻ സായിപ്പിനെ കണക്കാണ്. അങ്ങനെയായെന്ന് സാറേ. പിന്നെ ഈ ബെഡാ മുതലാളിക്കകത്തെ എലി കയറിയിരുന്നെന്ന് പറഞ്ഞു കുറെ ദിവസം. ശരിയല്ല? കുറെ ദിവസം എലി എന്തോ കയറിയിരുന്ന്. അത് അരിയ പിണ്ണാക്ക വല്ലതും എടുക്കാൻ വന്നായിരിക്കും. എന്നിട്ട് അതിനകത്ത് ഇറങ്ങി പോന്നു പറഞ്ഞു. നീ എലീന പഠിക്കലാണോ ഉദ്ദേശിച്ചത്? കുറച്ച് ദിവസം ഉണ്ടായിരുന്നു PR വർക്കിന് എന്നെ കുറെ പ്രാവശ്യം വിളിച്ച്. ഞാൻ ഏറ്റില്ല. ഭയങ്കര കുണ്ടണിയടാ അതിനകത്ത്. ഭയങ്കര കുണ്ടണി, എന്നെ കൊണ്ട് പറ്റണില്ല. ഞാൻ വെളുപ്പിച്ച് ഞാൻ നാണം കിട്ടും. അതുകൊണ്ട് ഞാൻ വിട്ടു. പിന്നെ PR വർക്ക് എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ മാത്രമല്ല, എല്ലാ കേരളം മൊത്തം ഞാൻ ചെയ്യും. പിന്നെ നീ നൂപുര ഡാൻസ് അക്കാഡമി ചേർത്തലെന്ന് അവരെ PR ചെയ്യണത് ഞാനല്ലേ. പിന്നെ അവരിങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് മനസ്സിൽ മിഥുന മഴക്കില്ലെന്നും പറഞ്ഞ് കളിക്കുമ്പോ ഞാൻ ഫ്രണ്ടിൽ കുറെ ചേച്ചി വരെ കൊണ്ടിരുത്തിട്ട്
ഇതങ്ങ് ഷൂട്ട് ചെയ്തിട്ട് റീലായിട്ട് അങ്ങ് വിടും. അടിപൊളി. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അടിപൊളി. കൊറേ പൈസ തരാറുണ്ട്, ഇതുവരെ തന്നില്ല. വന്ന് വേണമണാ ഇരിക്കുന്ന ഇത്തിരി ചിരിച്ചെങ്കിൽ അത് കയറിയെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടി. അതും ചെയ്യുമെന്ന് തോന്നണില്ല ഈ ഇരിപ്പ്. പിന്നെ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി വിടറാ സാറേ. ക്യാറ്റ് വിടണമെങ്കിലേ ഇച്ചിരി പാടുണ്ട്. എന്ത് സാറേ? ഇത് സെലിബ്രേറ്റ് ചെയ്യണം. കോമൺ ആയിട്ട് എടുക്കാം. ഒന്നുകിൽ അഭിനയം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഡാൻസ് അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പാട്ട് അറിയണം. ഇതിൽ ഏതെങ്കിലും നിനക്കറിയാമോ? സാറിന് അറിഞ്ഞൂടാ. എന്റെ ജംഗ്ഷനിൽ വന്ന് ചോദിച്ചോ ആൾക്കാരെടുത്ത്, വൈകുന്നേരം ആയിക്കഴിഞ്ഞാ ഒരു കാട്ട റമ്മ എടുത്ത് വെച്ചിട്ട് അടിച്ചിട്ട് മുണ്ടഴിച്ച് തലയിൽ കെട്ടിട്ട് ജംഗ്ഷനിൽ കിടന്ന് ഞാൻ ഈ ഡാൻസ് ആ ഡാൻസ് അല്ല, ആ ഡാൻസ് പോരാ, നമുക്ക് പാട്ടിൽ പിടിക്കാം. പാട്ടിൽ പിടിക്കാം. പാട്ടറിയാമോ? പാടായി പാട്ട് ചെറുതായിട്ട് അറിയാം. എനിക്ക്, പക്ഷെ പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കരുത്, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റാ പാടും, അല്ല നമ്മൾ തെറ്റിച്ച് പാടണം. അതാണ് കഴിവ്. ഒരു രണ്ടുപേര് പാടിയേ. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ. അങ്ങനെ പാടി കഴിഞ്ഞാൽ വൈറലാവൂല. വൈറലാവണമെങ്കിൽ മാറ്റണം. ഈ സൗണ്ടിൽ പാടി എവിടെയെങ്കിലും വൈറലായി കേട്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് എന്തായി കാട്ടണേ? എടാ ഇവിടെ സ്റ്റാർ ഷോ അല്ല. ആ സൗണ്ട് പിടിച്ചാ നടുക്ക് പിടി. കിട്ടിയാ? കുറി കൊണ്ട് താഴെ ഇടണം. കുറി നെറ്റിയിലല്ലേ ഇടുന്നത്? അതല്ല, കുറി കൊണ്ട് താഴെ. താഴെ പോണം. ഇങ്ങനെ പാടിയാലേ നമ്മൾ താരം ആവുള്ളൂ. അത് കുറി അണിഞ്ഞത് വഴി. ഇങ്ങനെ ഒരു പാട്ട് നീ അങ്ങ് പാടും. ഇത് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടും. എന്നിട്ട് നിന്നെ വച്ച് ഞാനൊരു വലിയ മ്യൂസിക്കൽ പരിപാടി അങ്ങ് പിടിക്കും. വേറെ പരിപാടി പഠിക്കും. ആ പരിപാടി കാണാൻ ആരെങ്കിലും വരുമോ? ഒരു പട്ടിയും വരൂല. ആരും വരൂല. അപ്പൊ നമ്മൾ പൈസ ഇറക്കും. ഒരു 10,000-3000 പേരെ അങ്ങ് ഇറക്കും. ഇറക്കിയിട്ട് അയ്യോ മണിച്ചേട്ടന്റെ പരിപാടിക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ അടി ബഹളം, പോലീസ് ലാത്തി വീശുന്നു, അടി ബഹളം. പിറ്റന്നത്തെ പത്രത്തിലും ചാനലിലും നിറയുന്നു. സിംഗർ മണിയുടെ പരിപാടിക്ക് ടിക്കറ്റ് കിട്ടാതെ ആരാധകർ ബഹളം ഉണ്ടാക്കി, ലാത്തി ചാർജ്. നീ ഫേമസ് ആയ? ഈ പാട്ടുകാരനായ? അപ്പോഴേ ഞാൻ പാട്ട് പാടണോ? പാട്ട് പാടണ്ട. ആ സമയം നമ്മൾ SI വന്നിട്ട് അനൗൺസ് ചെയ്യും, കാണികൾ അക്രമശക്തമായതുകൊണ്ട് സിംഗർ മണിയുടെ പരിപാടി മാറ്റിവെച്ചിരിക്കും. നീ പാട്ടുകാരനായി, അറിഞ്ഞു, ഉള്ള ചാനലിൽ മൊത്തം വന്നു. അങ്ങനെയാണ് നമ്മളെ പരിപാടി. അതാണ് എന്റെ PR മനു വിജയുടെ പരിപാടി. പിന്നെ ഈ വരുന്ന 3000 പേരുണ്ടല്ലോ, അവർക്ക് മൊത്തം പൈസയും കൊടുക്കൂല. കൊടുക്കണ്ട, പകുതി പൈസ കൊടുക്കും. നീ ഇങ്ങനെ വൈറലായി നേരെ ഈ ബെടാ മുതലാളിക്കകത്തോട്ടൊക്കെ പോകും. അവിടെ പോയിട്ട് ജയിച്ചാ തോറ്റാക്ക നീ തിരിച്ചൊരു വരക്കമുണ്ട്. ഇങ്ങനെ വരും. നേരെ വന്ന് എയർപോർട്ടിലോട്ട് ഇറങ്ങും. എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഈ 3000 പേരെ വിളിച്ചു പറയും, മറ്റേ പൈസയും കൊണ്ട് അവൻ വന്നിട്ടുണ്ട്, ബാക്കി പൈസയും കൊണ്ട് വന്നിട്ടുണ്ട്, എയർപോർട്ടിൽ പയ്യ ഇപ്പൊ കിട്ടുമെന്ന്. അപ്പൊ ഇവരെല്ലാരും കൂടെ എയർപോർട്ടിൽ വന്ന് അങ്ങ് കൂടും. അപ്പൊ നീ വന്ന് ഇറങ്ങും, അവരെല്ലാരും കൂടെ പൈസ താടാ എന്ന് പറയും. ഞാൻ ആ വീഡിയോ എടുത്ത് ഓഡിയം കട്ട് ചെയ്യും. എന്നിട്ട് സിംഗർ മണി ഇങ്ങനെ ആക്കാം. സിംഗർ മണി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വാടാ. അതാണ് എന്റെ ഐഡിയ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ നിന്നെ അതിൽ കയറ്റാനുള്ള പരിപാടി മൊത്തം ഞാൻ ചെയ്യും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ പാട്ട് പ്രാക്ടീസ് ചെയ്യും. അവിടെ പിന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്യും. അയ്യോ ആ മിനിമോള് വന്നു. അടിപൊളി കഥ. ആക്ച്വലി ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആ അച്ചുണ്ട് നേരെ ഇവിടുന്ന് അങ്ങോട്ട് കയറിയില്ലേ, അപ്പൊ ആ സംസാരിച്ചോലെ സംസാരിക്കും. അത് മതി കേട്ടോ. ഇതെന്തോ ഇങ്ങനെ കൊപ്പി പിടിച്ചിരിക്കണേ? അതെന്താന്നറിയോ, എന്നെ മനസ്സിട്ട് ഒന്നും പറയണ്ട. ഞാൻ ഈ ട്രോഫി കിട്ടിയ സമയത്ത് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സമയം മുതൽ ഇങ്ങനെ എല്ലാരും കാണിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നേ. അതിനുശേഷം എനിക്കിപ്പോ വീട്ടിന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും സാധനം കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കാനൊരു തോന്നലാണ്. വിളിച്ചൊന്നുമില്ല, ഇവിടെ വന്നില്ല. അതവിടെ പോയി. ഇപ്പൊ വന്ന കാര്യം പറ. പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അറിയാലോ, എന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം ഈ PR മനു ആണ്. ഞാൻ എവിടെ കിടന്ന പെണ്ണ പറഞ്ഞാലും ഇത് എവിടെ കിടന്ന പെണ്ണ്?
സാറേ ഉപ്പിട്ട് ഐസോളം കൊടുക്കാം അവർക്ക്. എടാ ആരെന്ന് മനസ്സിലായോ അത്? സൂക്ഷിച്ചു നോക്കാം അങ്ങോട്ടും. അയ്യോ ഇത് മറ്റേ കൊച്ചല്ലേ അത്? മറ്റേ വീട്ടിനകത്ത് പോയി കിടന്നപ്പോഴേ മൈക്ക് താത്ത് വെച്ചിട്ട് അടുത്തുള്ള പിള്ളേരെടുത്ത് പരദൂഷണം പറഞ്ഞ മറ്റേ പറഞ്ഞ കൊച്ചല്ലേ ഇത്? പരദൂഷണോ? നീ അല്ലേ കൊച്ച പരദൂഷണം പറഞ്ഞത്? നീ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ. ഞാൻ അങ്ങനെയല്ല വളർന്നത്. എനിക്ക് പരദൂഷണം എന്താന്ന് പോലും അറിഞ്ഞൂടാ. പ്ലീച്ചി, പറയുന്നത് കേട്ടോ പ്ലീച്ചി. എന്താ പ്ലീച്ചി പരദൂഷണം എന്ന് പറഞ്ഞാലോ? ഞങ്ങൾക്കറിയില്ല. I am a strong girl. അവള് സ്ട്രോങ് ഗേൾ. കയ്യിലിരിക്കുന്ന ബൊമ്മേരെ പേര് പ്ലീച്ചി. എന്റെ പ്ലീച്ചി എന്താ പറഞ്ഞ? പ്രതികാരം വീട്ടുന്നേ. ഓടും പ്ലീച്ചി, ചാടും പ്ലീച്ചി, ദുഷ്ടനെ കണ്ട ശപിക്കും പ്ലീച്ചി. നശിച്ചേ പോട്ടെ, നശിച്ചേ പോട്ടെ. പ്ലീച്ചി കടിക്കി കടിക്കി കടിക്കി. പ്ലീച്ചി പോ പ്ലീച്ചി അവിടെ. അവന്റെ സംസാരശേഷി പോയി. കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. എടാ നലിക്കാതെ ഞാൻ എന്തെന്ന് ചോദിക്കിട്ട് ഇതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് പ്ലീച്ചിയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ പറ. അതല്ല, അതിന്റെ കാലി പിടിച്ച് മാപ്പ് പറയണം. മാപ്പ് 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 പറ. കണം കാണോ? അല്ല ക്ഷമിക്കണം, ക്ഷമിക്കണം പോയി കണം. അയ്യോ പ്ലീച്ച് കിട്ടിങ് അവിടെ പോയിരുന്നു. സമാധാനപ്പെട്ടു. കണം കണ്ട ഭയങ്കര ശക്തിയായി. അതിന് ശക്തിയാണ്. ഇത് ഇങ്ങനത്തെ സാധനം കൊണ്ടുപോകും. ഇതും കൊണ്ടല്ലേ അവിടെ 100 ദിവസം നിന്നത്. പിന്നെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. ഒരുപാട് കാർഡുകളുണ്ട്. കാർഡ് വെച്ചൊരു കളിയുണ്ട്. അതിനകത്താ അതായത് പെങ്ങളൂട്ടി കാർഡ്, ചേച്ചി പെണ്ണ് കാർഡ്, ചിരിക്കാർഡ്, പിന്നെയുണ്ടല്ലോ എന്തോ ഒരു കാർഡ്, ഒറ്റപ്പെടൽ കാർഡ്. ഒറ്റപ്പെടൽ കാർഡ്. അങ്ങനെ പല പല കാർഡുകളുണ്ട്. നിന്റെ ഏതെങ്കിലും ഒരു കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ്, ആധാർ കാർഡ്. എടാ അവിടെ റേഷൻ വാങ്ങിക്കാൻ പോണല്ല, മത്സരിക്കാനാണ്. അവിടെ ചെന്ന് നിങ്ങൾ ഈ മത്സരിക്കുമ്പോഴേ എനിക്ക് വർക്ക് ചെയ്യണ്ടേ? നിങ്ങൾക്ക് വെളിയിൽ നിങ്ങളെ വെളുപ്പിച്ചെടുക്കണ്ടേ? അപ്പം സ്ക്രീൻ പ്രസൻസ് വേണം. നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഇപ്പോ അമേരിക്കൻ പ്രസിഡന്റ് പേരെന്താണ്? ട്രംപ്. എല്ലാം പെട്ടെന്ന് പറയോ? അങ്ങനെ പറയരുത്. അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് എന്റെ മിനിമോക്കറിയാം. മിനിമോളാണ് അത് ആദ്യം ഇറക്കുന്നത്. മിനിമോളെ ഒന്ന് വരൂ, ചോദിക്കട്ടെ. എന്താ ചേട്ടാ? അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരെന്താ? അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് പ്രസിഡന്റ് ഞാൻ പറയാവേ. എനിക്കറിയാം. നിങ്ങൾ പറയല്ലേ, ഞാൻ പറയാം. ഞാൻ പറയുന്ന തെറ്റിയാൽ എന്നെ കളിയാക്കരുത് കേട്ടോ. പറയട്ടെ, എനിക്ക് അറിഞ്ഞൂടെ, പറയാവേ. ട്രംപ്. ഒറ്റ മിനിറ്റ് തീരാണ്ട സാധനമുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഈ സാധനമാണ് എനിക്ക് വേണ്ടത്. ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു, PR വർക്ക് ചെയ്യുന്നു. അതുപോലെയാണ് സാധനങ്ങൾ ഇറക്കേണ്ടത്. എന്റെ അടുത്തും കൂടെ അതുപോലെ ഒന്ന് ചോദിക്കും. എനിക്കും അതുപോലെ ഒന്ന് അവരിക്കണം. ഉള്ള ഒരു എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ അടുത്തൊരു ചോദ്യം ചോദിക്കാം ഞാൻ. എന്റെ അടുത്തും കൂടെ മണി, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? തുമ്പത്തുണ്ട്. അച്ഛാ വാ. ട്രംപ്. അല്ല അതല്ല. മതി കിടുക്കി. കണ്ട, ഇതാണ് അഭിനയം. ഇങ്ങനെ അഭിനയിക്കണം. അതല്ല പിന്നെ എന്റെ അച്ഛന്റെ യഥാർത്ഥ പേര് ഞാൻ മറന്നു. ഞാൻ ഒന്ന് അമ്മയെ വിളിച്ചു ചോദിക്കട്ടെ. ചുമ്മാ വിളിക്കേണ്ടത്. അച്ഛൻ 4. അച്ഛൻ 4. അച്ഛൻ ധാരാളം സിമ്പ്. ഇപ്പം വിളിക്കണ്ട. ഇതാണ് അഭിനയം. ഇത്രേ ഉള്ളു പരിപാടി. ഇങ്ങനെ പരിപാടിക്ക് നിന്നെ ഞാൻ നേരെ കൊണ്ടൊന്ന് ബെഡാ മുതലാളിക്ക് കേറ്റുന്നു, വിന്നറായിട്ട് ഇറക്കുന്നു. മതിയല്ല? സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നേ. എനിക്ക് ട്രോഫി എന്തായാലും കിട്ടിയല്ലോ. അതിന് എന്നെ സഹായിച്ചത് PR ചേട്ടനും പിന്നെ എന്റെ ഈ പ്ലീച്ചിയുമാണേ. 100 ദിവസം നിന്ന് ഈ പ്ലീച്ചിയെ ഞാൻ ചേട്ടന് തരികയാണ് കേട്ടോ. തന്നോളൂ. ഓ സാറേ, പ്ലീച്ചിയെ കിട്ടത് ഭയങ്കര ഭാഗ്യം തന്നെ കേട്ടാ. അതുകൊണ്ട് കുറെ പേര് അവിടെ നിന്ന് പറഞ്ഞ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നത്. അഡ്മിഷൻ ആണോ? അയ്യോ, അഡ്മിഷൻ ആണെങ്കിൽ പിന്നെ അഡ്മിഷൻ
അവൻ കുട്ടിയാവില്ല കൂട്ടുകാരനാടാ കയ്യിൽ നിന്നിട്ട് കളിക്കുന്നു. സാറേ ഓ എന്തിനിത് ഇത് കാര്യമാക്കണ്ട. 10-20 പേര് അതിനകത്തുണ്ടല്ലോ, അതിൽ ഒരാൾക്കല്ലേ സമ്മാനം കിട്ടൂ. ഓ ബാക്കി 19 പേരിൽ ഒരു ടീം വന്നു, ഇനി 18 പേര് വരാറുണ്ട്. അപ്പൊ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ടല്ലേ. എടാ കാറ്റുള്ളപ്പോഴില്ലടാ പട്ടം പറത്താൻ പറ്റുള്ളൂ. അപ്പൊ സാറ് PR മനു അല്ല, പിന്നെ? PR മെനു. അത് കൊള്ളാം. അയ്യോ എന്റെ പ്ലീച്ചി, മിനിമോള് തന്നെ വച്ചോ, കയ്യിൽ വെച്ചോ. എന്റെ പ്ലീച്ചി. യെസ് ശ്വേത ചേച്ചി, നല്ല ഒരു സ്കിറ്റായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ PR എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ നമ്മള് കേട്ടില്ലേ, എത്തിയിട്ടുണ്ടോ അല്ലേ? പക്ഷെ PR ഒന്നും ഇറ്റ്സ് ജസ്റ്റ് എ ഷോർട്ട് റൺ ഇൻ ലൈഫ്. അതൊക്കെ ഒരു ഷോർട്ട് കട്ട് ടു എനിത്തിങ് ആണ്. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമുക്ക് തലവിധി നമ്മൾ എവിടെയെങ്കിലും എത്തും. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തലവിധിയിൽ നമ്മുടെ ബാറ്ററി എത്ര ചാർജ് ആയിരുന്നു. ഓക്കേ നോക്കിയാലോ എന്നാ? നോക്കാം. നോക്കാം നോക്കാം ബാ. നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി 25,000 കിട്ടിയിരിക്കുകയാണ്. ബാക്കി ഇങ്ങനത്തെ 25 വേണമെങ്കിൽ PR ഇനി ഇറക്കണോ? ഇറക്കേണ്ടി വരും. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും 25,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ബാങ്ക് ഓഫ് ബോംബെ ചെയ്തോളൂ. ചെയ്യാം. 2, 5 ദാ. യേ. ഓ